നമുക്ക് ഈ മാർക്കറ്റിനെ ഒന്ന് ജസ്റ്റ് വിശകലനം ചെയ്യാം. അതുപോലെ നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നോക്കാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിനാരിയോ നോക്കാം കേട്ടോ. ഗ്ലോബൽ മാർക്കറ്റ് ചെറിയൊരു നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ആ മൂവ്മെൻറ്റ് ഉഷാറൊന്നും ഇന്ന് കാണിക്കണില്ല. ഒരു നെഗറ്റിവിറ്റിയുടെ ഇത് കാണിക്കുന്നുണ്ട്. യൂറോപ്പ്, അമേരിക്ക എല്ലായിടത്തും നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അത്യാവശ്യം കുറച്ച് നേരം നെഗറ്റിവിറ്റി ഒക്കെ കാണിച്ചതിന് ശേഷമാണ് റിട്ടേൺ കയറിയുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അധികം കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ എപ്പോഴും പറയാറില്ലേ 70% ഇതൊന്നും ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യണത് കേട്ടോ. ഒരു 30% ഉള്ളൂ. മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യണവരും ഓപ്ഷൻ ട്രേഡ് ചെയ്യണവരൊക്കെ ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാൽ മതി. മാർക്കറ്റിൽ അപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യാട്ടോ. ഓക്കെ, പിന്നെ വിക്സ് കാര്യങ്ങളൊക്കെ നോക്കണം. വോളറ്റിലിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് വെച്ചെങ്കിൽ മൂവ്മെൻറ്റ് ഏത് സൈഡിലേക്ക് ഉണ്ടാവാം. അപ്പോൾ റിസ്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലാണ്ട് അതിനേറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു വേണ്ട. ഓക്കെ, നാളത്തെ മൂവ്മെൻ്റ് അനുസരിച്ച് തിങ്കളാഴ്ചക്കൊക്കെയാണ് പ്ലസ്സിലേക്ക് മാർക്കറ്റ് കയറുള്ളൂ. നാളെയും കൂടി ഈ കൺസോൾട്ടേഷൻ തുടരുന്നതാണ് ഈ സിനാരിയോ കാണിക്കുന്നത് കേട്ടോ. കൺഫർമേഷനല്ല, നമ്മളിപ്പോഴും അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ നിഫ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ നാളേക്കുള്ള കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യണത്. ഓക്കെ, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സെൻസെക്സ് അത് സെല്ലിങ് പർപ്പസാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ തിങ്കളും ചൊവ്വയാണ് നമ്മൾ നിഫ്റ്റിനെ മെയിനായി കോൺസെൻട്രേറ്റ് ചെയ്യണത്. വെള്ളിയാഴ്ച മെയിനായിട്ട് പഠിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനും മാർക്കറ്റിൻ്റെ മൂവൊക്കെ അറിയാനും പിന്നെ റിലാക്സ് ചെയ്തിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാവും നല്ലതെന്നാണ്. പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വെച്ചെങ്കിൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഈക്വലായിട്ട് നിൽക്കണത്. ഒരു സ്ലൈറ്റ് ചെറുതായിട്ട് കൂടുതൽ പുട്ട് ഓപ്ഷൻ്റെ കാണുന്നുണ്ട്. മാർക്കറ്റ് അപ്പോൾ നല്ലൊരു കൺസോൾട്ടേഷൻ്റെ ഒരു പൊസിഷനിലാണ് നിൽക്കണത്. ഇതിനെ കവർ ചെയ്തിട്ട് കടക്കണ ഒരു സിറ്റുവേഷനാണ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ചെറിയ മൂവ്മെൻറ്റ് അപ്പിലേക്ക് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം 24,300 മെയിനായിട്ടൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പൊട്ടിക്കുന്നതാണ് വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സിനാരിയോ കാണുമ്പോൾ. പക്ഷേ 24,500 ആണെങ്കിലോ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. 1,27,874 ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കടക്കാൻ ചെറിയൊരു ടഫ്നെസ് കാണിക്കുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് 24,000 മെയിൻ സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ഒരു 24,200 300 ചെറിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 300 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 200 പറഞ്ഞില്ല ഇന്നലെ മേച്ചർ അത് കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം അതാണ്. പിന്നെ ആക്റ്റീവായിട്ട് ഇന്ന് ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്ട്സ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ സൈഡിൽ 24,400 24,300 24,500 24,350 25,000. അപ്പോൾ ആദ്യത്തെ മെയിനായിട്ടുള്ള സ്ഥലം തന്നെ 24,300 തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 350 ഒക്കെ ടഫ്നെസ് കാണിക്കുന്നുണ്ട്. 350 400 500 എത്ര ഏരിയ കഴിഞ്ഞാലും പിന്നെ നമുക്ക് 25,000 ചിന്തിക്കണ്ടോ. 25,000 നല്ല രീതിയിലുള്ള ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നാളത്തെ മെയിനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുകളുണ്ട് കേട്ടോ ഇതൊക്കെ. അതായത് മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റ് നോക്കുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ, പിന്നെ 24,300 സപ്പോർട്ട്, 24,400 നല്ല രീതിയിലുള്ള ഇത് കാണുന്നുണ്ട്. 24,350 24,000 24,200 24,200 അത് 24,300 അത് കഴിഞ്ഞ് 24,200 24,000. അത് ചാർട്ടിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിലും നമുക്ക് സപ്പോർട്ടുകൾ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ 24,300 350 300 കവർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഐഡിയ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് അപ്പ് ട്രെൻഡിനുള്ള ചെറിയൊരു ഐഡിയ കേട്ടോ. നോക്കാം നമുക്ക്. ഇന്നത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം കേട്ടോ.
ഇന്ന് നമുക്ക് മാർക്കറ്റിലുണ്ടായ മൂവ് ഇന്നലത്തെ സിനാരിയോ പോലെ തന്നെ ഇന്നും ക്രിയേറ്റ് ചെയ്തല്ലോ കേട്ടോ. ഇന്നലത്തെ അത്രയില്ല. ഇന്നലെ ഇപ്പോൾ നമുക്കൊരു വിക്ക് തന്നിട്ട് അതിന് ശേഷം നേരെ വന്ന് അതിന് ശേഷം അതിനെ ആ വിക്കിനെ കവർ ചെയ്ത് മാർക്കറ്റ് മുകളിൽ കയറി നിന്നു. 78,000 എന്നുള്ള കടന്നു നിന്നു. അത് കഴിഞ്ഞ് ഇന്ന് അതേ സിസ്റ്റത്തിൽ തന്നെ ഇന്നും മാർക്കറ്റ് വന്നുള്ള കേട്ടോ. നേരെ 400 എന്നുള്ള നമ്മൾ ഇന്നലെ ഏകദേശം 400 എന്നുള്ള റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 500-400 റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ റേഞ്ചിൽ 485 അതാണ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ആ റേഞ്ചിൽ ഏകദേശം വന്നു നിന്നതിന് ശേഷം മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് 7700 സപ്പോർട്ട് ആ റേഞ്ചിലേക്ക് വന്നു കേട്ടോ. ഇത് വേറെ പ്രത്യേകത വെച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിലിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മെയിനായിട്ടുള്ള ഏരിയയാണ്. ഇതിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ വീണ്ടും പോകും. അതുപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിലില്ലേ അതിൻ്റെ ഹാഫ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സ്ഥലം. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊസിഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഹണ്ടിങ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെയാണ് ഇത് നിങ്ങൾക്ക് അതിലത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കണം, സ്വയം മനസ്സിലാക്കണത് ആണ് ബെറ്റർ എപ്പോഴും കേട്ടോ. നന്നായി മൂവ്മെൻറ്റ് വേണ്ട. ഇത് ടൈം ഡിക്കെ അതുപോലെ തന്നെ ഒരുപാട് ഇന്ന് ട്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുക. മാർക്കറ്റിൽ ഇന്നത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഇന്നലെ കയറിയതിനെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതിനെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ എക്സ്പയറിക്ക് ഉള്ള കവറിങ് കഴിഞ്ഞ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് അപ്പിന് ഉള്ള ഒരു ചെറിയ പോസിബിലിറ്റി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, 78,000 കവർ ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഈ മന്തിലുണ്ടാവും എന്നുള്ളൊരു ചാൻസ് എൻ്റെ ഒരു അനലൈസിൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. 80,000 കടക്കാനുള്ള ഒരു പോസിബിലിറ്റി വരേണ്ടതെന്നാണ് തോന്നുന്നത് മാർക്കറ്റിൽ ഈ സിനാരിയോ വെച്ചിട്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് കാണാം. പിന്നെ പുട്ട് ഓപ്ഷൻ ഉണ്ടായ സിനാരിയോകൾ കേട്ടോ. പുട്ട് ഓപ്ഷൻ നമ്മൾ ഇന്നലെ 200 എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. കാലത്ത് തന്നെ 200-ൽ ഫുൾ ബോഡി വന്നതിന് ശേഷം 360-400 ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ മാക്സിമം ഉണ്ടായിരുന്നത് കേട്ടോ. 360 വരെ മാർക്കറ്റ് നിന്നുണ്ട്. അതിനുശേഷം ആവശ്യമുള്ള സെല്ലിങ്കാർക്ക് എപ്പോഴും അതെ ഫണ്ട് തരാണ്ട് മാർക്കറ്റ് പോവില്ല കേട്ടോ. അപ്പോൾ സെല്ലിങ്കാർക്കുള്ള ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ 250 എടുത്തവർക്ക് ആദ്യം തന്നെ കണ്ടില്ലേ 136 വരെ വന്നിട്ട് 100 പോയിൻ്റ് തന്നു. അത് എക്സാക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ശേഷമാണ് പിന്നെ മൂവ് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് എടുത്തവർക്ക് അതിലത് 39 രൂപ വരെ വന്നിട്ട് 300 പോയിൻ്റൊക്കെ തന്നിട്ട് 300 പോയിൻ്റ് ഒന്നും വേണമെന്നില്ല. അതിലെവിടെ എൻട്രി എടുത്തിട്ട് സെല്ലിങ് എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ തെറ്റിയിട്ട് എടുത്താലടക്കം ഒരു 100 പോയിൻ്റ് 50 പോയിൻ്റ് കിട്ടാനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട്. ഇത് സെല്ലിങ്ങിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ചാൻസ് ഉണ്ടാവും. അതായത് 77,700 77,800 അങ്ങനെയുള്ളതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100 പോയിൻ്റൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. കാരണം അവസരം കിട്ടും. ആ സമയത്ത് എക്സിറ്റ് ആവുക, എന്നിട്ട് നമ്മുടെ കാര്യം നോക്കുക. എല്ലാ മാർക്കറ്റും പിടിക്കാൻ നോക്കാണ്ടിരിക്കുക, സീറോയ്ക്കും ശ്രമിക്കാണ്ടിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും 50-100 പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് റിസ്കിനുള്ള പോയിൻറ്റും കൂടിയിട്ട് ഉണ്ട് വെച്ചെങ്കിൽ നന്നായി. പിന്നെ ഇതിനെ ഹെഡ്ജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് 78,000 സെല്ല് ചെയ്യുമ്പോൾ 77,800 അങ്ങനെ ഒന്ന് ബൈ ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം റിസ്ക് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു വോളാറ്റിലിറ്റി സിനാരിയോ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് 78,000 കോൾ ഓപ്ഷൻ്റെ ഇതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്.
കോൾ ഓപ്ഷൻ ഇന്നലെ കൊണ്ടുപോയി വെച്ച ഇന്നലെ ഇതാക്കിയിട്ടുള്ള അവരെല്ലാ അതും അവർ ഇന്ന് അതിനെ അറേഞ്ച് ചെയ്ത രീതി കണ്ട. ഇന്നലെ അവസാന സമയത്ത് ബൈ ചെയ്തവരിനെ എല്ലാവരിനെയും ഒരൊറ്റ സെറ്റിൽ കണ്ട അടിയിലേക്ക് എത്തിച്ചു, 5 മിനിറ്റിൽ. പിന്നെ ഇവിടുന്ന് അത്യാവശ്യത്തിന് കൺസോൾട്ടേഷൻ ചെയ്യിപ്പിച്ചിട്ട് ആ ഫണ്ടിനൊക്കെ ആവറേജ് ചെയ്ത് ഒരു ട്രാപ്പ് ഒരുക്കി പോരാത്തതുണ്ടാകുന്നതിനും കൂടി സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് സീറോയിലേക്കാക്കി. ഇവിടുന്ന് കയറുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ട്രാപ്പാണ്, ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാശൊക്കെ അവർ കൊണ്ടുവന്ന്. കാരണം ഇന്നലത്തെ ഒരു ഗ്രീഡി വെച്ചിട്ടാണ് നമ്മളതിനെ സമീപിക്കുക. അതായത് ഇന്നലെ എനിക്ക് കിട്ടിയില്ല, എൻ്റെ 100 രൂപ പോയിട്ട് 500 എൻ്റെ 200 പോയിട്ട് 500 എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ, എനിക്ക് ഇതാവാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവും. ഈ ട്രാപ്പ് അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് അവരതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സെൻസസിൻ്റെ എക്സ്പയറിലേക്ക് ഉണ്ടായ കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഏതൊക്കെ സീറോ ആയി നമുക്ക് നോക്കാം. 77,800 താഴെയുള്ളത് എല്ലാം സീറോ ആയി. ഓക്കെ, 78,100 മുതലൊക്കെ സീറോവും. അത് കാരണം കെയർഫുള്ളായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നില്ലേ. പിന്നെ 78,500 നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനുള്ള പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ അവരെടുക്കണതും അതുപോലെ തന്നെ ആ ബൈയിനെ അവർ സെല്ല് ചെയ്ത് വയ്ക്കുന്നത് അവർക്ക് അത്രയ്ക്കും ഉറപ്പുള്ള കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ അതിനുള്ള വഴികൾ അവർ കാണും. അപ്പോൾ എത്ര സീറോ ആയത് കണ്ടില്ലേ, 77,900 തൊട്ട് സീറോ ആയി. എൻ്റെ ചെറിയ എക്സ്പെക്റ്റേഷൻ നടന്നത് ഇന്നലെ കയറ്റി വെച്ചാൽ 78,000 പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 78,000 ഇന്നലെ 400 നടന്നു. അപ്പോൾ അതിനേലും പ്രൊട്ടക്റ്റ് ചെയ്യും ചോദിച്ചു, അതിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ഓക്കെ, അതുവരെ സീറോ ആയി. അതായത് 450 രൂപയൊക്കെ സീറോ ആയി. അത് നോക്കിയിട്ടുമ്പോൾ അങ്ങനെ കൊതിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നല്ല ബിഗ് എമൗണ്ട് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റണം, ഹെഡ്ജ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെയാണെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് 100 പോയിൻ്റ് 50 പോയിൻ്റൊക്കെ ഇതിൽ നമുക്ക് എങ്ങനെയും എടുക്കാൻ പറ്റും. 50 പോയിൻ്റ് 100 പോയിൻ്റൊക്കെ എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് കാരണം നമുക്ക് സെല്ലിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ആരും എപ്പോഴും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ, നമുക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ സെൻസെക്സിനുണ്ടായ എൻ്റെ ഒരു വിശകലനം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് സെൻസസ് നാളത്തെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടുള്ള സപ്പോർട്ട് എഴുപത്തേഴ് 700 തന്നെയാണ് മെയിനായിട്ടുള്ള സപ്പോർട്ട് വരുന്നത് കേട്ടോ. നാളത്തെ മെയിനായിട്ടുള്ള കയറി നിൽക്കേണ്ട സ്ഥലം എൺപത് 100 കയറി സസ്റ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതുള്ളത് 78,500 തന്നെ നോക്കിയാൽ മതി. ഞാൻ അതിന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ. ആദ്യത്തത് 300 മാർക്കറ്റ് അടുത്ത് വന്ന് നിൽക്കണം. ഇതൊക്കെയാണ് നാളെ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. പക്ഷെ ഞാൻ സെൻസെക്സ് ഇനി അടുത്ത ബുധനാഴ്ച നോക്കുള്ളൂ. എല്ലാ സെൻസെക്സിനെ പിടിക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മളത് നോക്കണില്ല. നമ്മളിനി നിഫ്റ്റിയിലേക്ക് കിടക്കും. നാളെ നിഫ്റ്റിനെ സ്റ്റഡി ചെയ്യും. തിങ്കൾ ചൊവ്വയും നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ടൈം കൂടുതൽ എടുക്കും കേട്ടോ. പക്ഷേ ഒരു വിശകലന കാര്യങ്ങളൊരു ഐഡിയ കിട്ടും. പിന്നെ കുറേ സ്റ്റഡി പർപ്പസ് ഉണ്ടാവും ഇതിലേ. നിഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ ഇന്നലെ വരച്ച് നടന്ന അതേ സിസ്റ്റത്തിന്, അതായത് അതിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. 300 മാർക്കറ്റ് കയറിയിട്ട് മാർക്കറ്റിനെ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ് ട്രെൻഡിനുള്ള ചാൻസ് കാണാണ്ട് അതിൽ തന്നെ അതൊന്ന് കൺഫേം ചെയ്തിരിക്കരുത് കേട്ടോ. 273 71 സപ്പോർട്ട് ചെയ്യണില്ല വെച്ചെങ്കിൽ പിന്നെ അടുത്ത മെയിൻ സ്ഥലമാണ് 203 നിന്നില്ല വെച്ചെങ്കിൽ മാർക്കറ്റിൻ്റെ നെഗറ്റിവിറ്റിയിലേക്ക് കൂട്ടാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഓക്കെ, 300 നിന്ന് 350 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 400 തന്നെ വരാനും
ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് 500 ആണ് സൈക്കോളജിക്കലി ഉള്ള ഒരു സ്ഥലം. അപ്പോൾ 470 480 എന്നൊക്കെ ഉള്ള ഈ റേഞ്ച് തന്നെയാണ്, ഇന്നടിച്ച റേഞ്ച് തന്നെയാണ് മെയിനായിട്ട് ഇനി ഫില്ല് ചെയ്ത് സെറ്റാക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സപ്പോർട്ട് നോക്കി വെച്ചോട്ടാ. ഇത് നമുക്ക് ഇതിൻ്റെ 1000 പോയിൻ്റ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് മൂവ്മെൻ്റ് ആവും. അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് വെറുതെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചോ. $793 ഇടയ്ക്ക് സംഭവിക്കാറുള്ള സിനായിട്ടാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ 23,800 എന്നുള്ളത് 24,800 അടുത്തൊരു മെയിൻ ഏരിയ ആയിട്ട് ചില വരാൻ ചാൻസ് ഉണ്ട്. ഇത് ലോങ് വ്യൂട്ടാണ്. ഇത് മാർക്കറ്റിൽ ഞാൻ അടുത്ത് വലിയ ടാർഗറ്റ് ചെയ്ത് പോകുന്നവർക്കൊക്കെ ഉള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, ഇതിപ്പോൾ ഇവിടേക്കിപ്പോൾ മാർക്കറ്റ് വരണമെന്ന് വെച്ചെങ്കിലാണ് ഇനിയിപ്പോൾ നെഗറ്റിവിറ്റി ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഇതൊന്നും ചിന്തിക്കണ്ട. ഇൻട്രാഡേ ചെയ്യുന്നവരൊന്നും ആദ്യം ഓരോ പൊസിഷൻ മാത്രം നോക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ നാളെ നോക്കണമെന്ന് വെച്ചാൽ ആദ്യം ഇനിയിപ്പോൾ ഏതെങ്കിലും പുട്ട് ഓപ്ഷൻ ചെയ്തിരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ ടാർഗറ്റ് എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് വയ്ക്കുക. അതിനെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്തിട്ട് മാത്രം ഫോളോ ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ കോൾ ഓപ്ഷൻകാർക്ക് ഇതിൽ നിന്ന് എൻട്രി എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർഗറ്റുകൾക്കുള്ള ഇതാണ് എത്ര, ആദ്യം 350, അത് കഴിഞ്ഞാൽ 480, അത് കഴിഞ്ഞാൽ 500. ഓക്കെ, പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ അപ്രതീക്ഷമായിട്ടൊക്കെ ചിലപ്പോൾ ഇവർ 2 ദിവസം 150 കയറി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 600 അപ്പോൾ 600 700 പോയിൻ്റിൽ നിന്ന് എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ആഴ്ചയിലുള്ളൊക്കെ അത് കവർ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് മാർക്കറ്റിൻ്റെ മെയിനായിട്ടുള്ള എല്ലായിടത്തും പോസിറ്റീവ്നെസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 25,000 ഇവിടെ മാർക്കറ്റും കയറി നിൽക്കാം. അതാണ് ഇനിയിപ്പോൾ അടുത്തൊരു മെയിനായിട്ടുള്ള ഒരു സിനാരിയോ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റിയിലൊരു ഐഡിയ കേട്ടോ. പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യുന്നത് നോക്കി നോക്കാം. അവിടെ കണ്ട പോലെ തന്നെ 24,500 കോൾ ഓപ്ഷന് നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാനുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ 24,300 24,200 24,000. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ടുള്ള സപ്പോർട്ടും മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാണ്ട് കേട്ടോ. അതൊന്നും പിന്നെ എല്ലാവർക്കും ക്ഷമയുണ്ടാവില്ല ഇത് കാണാൻ. ചാർട്ടിന് ഇത്രയൊന്നും വിശകലനം ചെയ്താൽ പോരാ. ഇനി അത് 5 മിനിറ്റ്, ഒരുപാട് 15 മിനിറ്റ് ക്യാൻഡിൽ, അരമണിക്കൂർ ക്യാൻഡിൽ, 1 ഡേ ക്യാൻഡിൽ, മന്ത്ലി ക്യാൻഡിൽ, അങ്ങനെയൊക്കെ വിശകലനമൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാതും വിശകലനം ചെയ്യണില്ല എന്ന് വിചാരിക്കണത്. പിന്നെ അപ്പോൾ ഈ മാർക്കറ്റിനെ നമുക്ക് ഈ രീതിയിലുള്ള പാക്കേജ് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത റേഞ്ച് എവിടേക്കാണ് കിടക്കാന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അത് എല്ലാ കൂടുതൽ വിശകലനങ്ങളിലേക്ക് ഞാൻ കിടക്കണില്ല. അപ്പോൾ അത് ഒരുപാട് നീണ്ടുപോകും. അത് നമുക്ക് ടെക്നിക്കലായിട്ട് നന്നായി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, ട്രെൻഡ് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാ. ഓക്കെ, ഇപ്പോൾ 30 മിനിറ്റിൻ്റെ ഒരു സിനാരിയോ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ട്രെൻഡ് ആണ് പോണത്. ഓക്കെ, അത് 15 മിനിറ്റിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ റേഞ്ചിൽ കിട്ടില്ല. 5 മിനിറ്റിലാകുമ്പോൾ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക്
കാണിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഇത് അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാൽ നമുക്ക് ആ കൺഫ്യൂഷനാവും. അത് കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കാര്യങ്ങളൊന്നും പറയാത്തില്ല. നാളെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് ഇരിക്കണ്ട. നമുക്ക് നാളത്തെ ഇത് വെച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് കൂടുതൽ ഐഡിയ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ബേസിക്കായി പറഞ്ഞില്ലേ, ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ നമുക്ക് അത് അറിയാം. പക്ഷേ നമ്മളത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് കൺഫ്യൂഷനാവും. അങ്ങനെ കൺഫ്യൂഷൻ വരുത്തണ്ട. എല്ലാ ക്യാൻഡിലിനെയും എല്ലാ രീതിയിലും എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. നിങ്ങൾ അനലൈസ് ചെയ്യാതെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്കൊരു എല്ലാതും നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല മാർക്കറ്റിൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജിയും കുറച്ച് 5 മിനിറ്റ് ക്യാൻഡിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ടുള്ള പ്ലാൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നോക്കണ്ട. മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാവണ ആ സിനാരിയോ നോക്കുക, ട്രേഡ് എടുക്കുക. ഓക്കെ.